പഞ്ച് മീഡിയ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം വിൽസൺ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? 7 കൊല്ലം തുടർച്ചയായി കേരള സർവകലാശാലാ തലത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനക്കാരനാണ്. ഇത്രയും കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഓർമ്മകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ചോദിക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ജന്മം, അത് മനുഷ്യ ജന്മം. ആ ജന്മത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരുപാട് വർണ്ണങ്ങൾ പ്രത്യേകം ചാലിച്ച് ചേർത്ത് ഒരു വലിയ സമൂഹത്തിൽ വലിയ കലാകാരന്മാർക്കൊപ്പം അവരുടെ പിൻഗാമികളൊരാളായി നിൽക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. അത് എന്നും നമ്മുടെ ഓർമ്മകളിൽ, വിശേഷിച്ച് കൗമാരകാലങ്ങളിലുള്ള ആ തിളക്കങ്ങൾ ഓർമ്മകൾക്ക് ശക്തി പകരും, ഓർമ്മകൾക്ക് സന്തോഷം നൽകും. അങ്ങനെയുള്ള അവസരങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സന്തോഷം തോന്നും. അതുപോലെയോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മുടെ ആ കാലഘട്ടത്തിൽ, നമ്മുടെ ആ പ്രകാശത്തിൽ, നൽകപ്പെട്ടിരിക്കുന്ന പ്രകാശത്തിനോട് ഒപ്പം ചേർത്തുകൊണ്ട് നമ്മൾ ഒരുപാട് വിവേചനങ്ങളൊന്നുമില്ല, വിദ്യാഭ്യാസത്തിൻ്റെയോ മറ്റ് യാതൊരു വിവേചനമില്ലാതെ കലാകാരന്മാരെന്ന് മാത്രം കരുതിക്കൊണ്ട് കൂടെ കൊണ്ട് നടത്തി നമ്മൾ വഴികളിലൂടെ പങ്കുവെച്ച് നമ്മുടെ വേദികളിലും സമ്പത്തും പ്രതിഭയൊക്കെ പങ്കുവെച്ച് ഒരുപാട് സഹോദരതുല്യരായിട്ടുള്ള കലാകാരന്മാരെ അവർക്ക് അവസരങ്ങളുണ്ടായിക്കൊടുത്ത വലിയ സന്തോഷമാണ്. കഴിഞ്ഞ 35 കൊല്ലം മുമ്പാണല്ലോ താങ്കൾ കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു ശബ്ദ അനുകരണ വിദഗ്ധനായിട്ട് മാറിയത്. ആ കാലഘട്ടത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു? ആ കാലഘട്ടം അതിന്നും ചെയ്യുന്നുണ്ട്. ആ ശബ്ദങ്ങൾ, ഞാൻ ശബ്ദങ്ങളൊക്കെ, ശബ്ദാനുകരണങ്ങളും മിമിക്രിയും കോമഡിയും എല്ലാം ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ ജോബി അടക്കമുള്ള. അന്നത്തെ മിമിക്രിയും ഇന്നത്തെ മിമിക്രിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അത് പറഞ്ഞു തരട്ടെ. അപ്പോൾ അത് അന്നത്തെ അത് തന്നെയാണ്. അതിൽ പലതും ഇന്ന് കുട്ടികൾ കോമഡിയായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. പലരും കാലം കഴിയുമ്പോൾ പുതിയ ഫാഷനുള്ള പണ്ടത്തെ ബെൽസ് ഉള്ള പാൻറ്റ് ഇപ്പോൾ അത് വീണ്ടും വരികയാണ്. അത് ഇന്നത്തെ തലമുറയ്ക്ക് പുതുമയാണ്. അതേപോലെ പഴമയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പോലും മറന്നുപോയ സാധനങ്ങൾ, ഐറ്റങ്ങൾ, ആശയങ്ങൾ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് പുതിയൊരു കാലത്ത് പുതിയ സന്തോഷമാണ്. നമ്മളവിടെ അത് നമ്മുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പിള്ളേർ പറയുന്ന തള്ളാന്ന് പറയും. നമ്മൾ പറയുന്നത് തള്ളാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിണ്ടില്ല. നമുക്ക് ഇത് അറിയാവുന്നവർക്ക് മാത്രം അറിയാം ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഇതിനേക്കാളും ഭംഗിയാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ പണ്ട് ഈ ഒരു തകിലിൻ്റെ ശബ്ദം, ആ തകിലിൻ്റെ ശബ്ദം സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, എന്നിലേക്കത് വന്നു, ഞാനത് ചെയ്തു, അത് ഫലിപ്പിക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു. ഓം നൽസ്വേഹാഹം തമംഗല്യം രമം തമംഗളമംഗളം ബന്ധു ഓം മംഗലം ത്രസ്വേഹാത്രമസ്വേഹാത്രമസ്വഹം ഓം ത്രവാടത്തിന പായ് പൂഴും ത്രമസ്വേഹം. എല്ലാവരും കുറവേട്ട് കുറവയും കൊട്ടും കുരവയുമായിട്ട് 2 സഹോദരങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ നമ്മൾ മംഗളവാദ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ? പിന്നെ ചെറുക്കനും ഇങ്ങനെ മണ്ഡപം ബലം വയ്ക്കുമ്പോൾ എൻ്റെ പുറം നാസരക്കാരനും അതിൽ പരിശീലിച്ച് സ്വയം അത് ഇതൊക്കെ നന്നായിട്ട് ചെയ്യുമോ? തകിലും നാദസ്വരമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു കോട്ടയത്തൊരു പ്രോഗ്രാമിൽ ചെന്നപ്പോൾ ഒരു പയ്യൻ വന്ന്, ആ കൂട്ടത്തിൽ ഉള്ളതാണ്, ആരാ ഞാൻ പറയില്ല, അവന് സാറേ ജോസഫ് സാർ
ഈ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം ഏതാ മോനെ പറഞ്ഞ് അത്രയും ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അത് അപ്പോൾ വേറൊരാൾ പറഞ്ഞു എടാ അത് അങ്ങേര് ചെയ്തതാണ്, അങ്ങേര് ആദ്യമായിട്ട് അതാ അങ്ങേര് ചെയ്തത്, അത് അറിയണമെങ്കിൽ ദൂരദർശനിലെ പഴയ പരിപാടികളൊക്കെ പോയി എടുത്തിട്ട് കണ്ടാൽ മതി എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ ഒന്നുമല്ല, എനിക്ക് ശേഷം പ്രളയമാണെന്നല്ല, നമ്മൾ ചെയ്യുന്ന ഒരെണ്ണം അതിനേക്കാൾ മനോഹരമായി വരുന്ന തലമുറ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ട്. നമ്മളുടെ വഴികാട്ടിയാകുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കടന്നു പോയാലും നമ്മൾ തെളിച്ച വഴികളിൽ ഇവിടെ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ അതിനെ മനസ്സിലാക്കി ആദരവോടുകൂടി വീണ്ടും കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ മഹത്വങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോ അക്കാഡമിയിലെ കാലഘട്ടമാണല്ലോ താങ്കളെ ഏറ്റവും കൂടുതൽ ഈ മിമിക്രി രംഗത്ത് പ്രശസ്തനാക്കിയത്. ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിലും ലോ അക്കാഡമിയിലും നമ്മളൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോൾ അന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം അക്കാഡമി തലത്തിൽ യുവാക്കളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ അന്നത്തെ ക്യാമ്പസിന്റെ ഒരു ഹരമായിരുന്നു. അതെ അതെ, ഗ്ലാമർ അങ്ങനല്ല, ഫിഗറിലോ വലിയ സൗന്ദര്യധാമങ്ങളിലോ ഫാഷനിലോ ഒന്നുമല്ല. സാധാരണ ഒരു ഉടുപ്പും പൗഡറൊന്നും പോലും ഇടാതെ കുളിച്ച് പരിപാടിയും കഴിഞ്ഞ് അത് കണക്ക് ചിലപ്പോൾ കുളിച്ചെങ്കിൽ 2-3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാൻ ബോഡി വരുമ്പോഴത്തേക്ക് ഉറക്കൊഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. തലേദിവസം എവിടെയെങ്കിലും ഉത്സവ പറമ്പിൽ പരിപാടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും കോളേജിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബോഡി വരുന്ന ഒരിക്കുന്നു കുളിച്ചു പെട്ടെന്ന് ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ആ ഒരു അവസ്ഥ വരും. അപ്പോൾ എന്നിട്ടും ആ ക്ഷീണത്തിൻ്റെ ഇടയിലും അവരെല്ലാം നമുക്ക് സ്നേഹിക്കാൻ, ഒരുപാട് സ്നേഹിക്കപ്പെടാൻ ഒരു കലാകാരനായതുകൊണ്ട് ലഭിക്കുന്ന ആ സന്തോഷം അതിലൊരിക്കലും അഹങ്കരിക്കാതെയോ ആ സ്നേഹം നമ്മൾ ഒരുപാട് ആവേശത്തോടു കൂടി വാരിപ്പുണരുമ്പോൾ നമുക്കൊരു സ്വർലോകമാണ്. പക്ഷേ കുട്ടിക്കാലത്ത് മുതലേ ഈ മിമിക്രിയിൽ തൽപരനാണോ? ഈ മിമിക്രി എങ്ങനെയാണ് താങ്കൾ സ്വായത്തമാക്കിയത്? ഞാൻ അഷ്ടമുടിക്കായലിൻ്റെ കരയിലുള്ള ഒരു കുന്നുംപുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ 8ാമത്തെ കല്ലട കൊല്ലത്ത് കിഴക്കേ കല്ലട ചുറ്റുമല കുമ്പളം അഷ്ടമുടിക്കായലിൻ്റെ കരയുണ്ട്. കല്ലട ആറും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലത്തിൽ പോയ നല്ലൊരു കുന്നാണ്, അവിടെ ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 4:30 മണിക്കൊക്കെ വീട്ടിൽ വിളിച്ചുണർത്തി പ്രാർത്ഥിപ്പിക്കും. അപ്പൂപ്പന്മാരെല്ലാം അമ്മമാരെല്ലാവരും വെളുപ്പാങ്കാലത്ത് 4:30 മണിക്കൊക്കെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ മുഖവും കൈകാലും എല്ലാം കഴിയിച്ചിട്ട് വന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ. അപ്പോൾ ആ ഉണർവിൽ ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോഴും പാട്ടൊക്കെ പാടുമ്പോൾ എത്ര ഉറക്കം ഒഴിഞ്ഞിരുന്നാലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകം ഉണരും. ഇന്നിരുന്നാലും പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഉണരുമ്പോൾ ഈ പാട്ടിനൊപ്പം തന്നെ നേരം വെളുത്ത് വരുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ആ കുളിരും പക്ഷികളുടെയൊക്കെ ശബ്ദവും താഴെ ശബ്ദം അല്ലേ, ഒരുപാട് ശബ്ദങ്ങൾ, കിളികൾ ഉണരുമ്പോൾ അമ്മൂമ്മ പറയും മോനെ ആ കിളികൾ ഇട്ടുന്നിട്ട് ഈ പാട്ട് കേൾക്കും, പണ്ടത്തെ പാട്ട്. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത് പാടുന്നു ജഗത്തിൽ, മരത്തിൻ കൊമ്പിലിരിക്കും പക്ഷി ഉരയ്ക്കും ശബ്ദമതുകയിൽ. അതെല്ലാം കേൾക്കുമ്പോഴും കുമാരനാശാൻ്റെ ഉണരുവിൻ സ്വരഗണമോലും ഓമൽ കിടാങ്ങളെ അമ്മതൻ ചിറക് വിട്ടുണരൂ എന്നൊക്കെ പറയുന്ന അതൊക്കെ ആ വരികളും ഒക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ കലയും സാഹിത്യവും പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്ന കുടുംബത്തിലെ അമ്മൂമ്മമാരൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം, അന്നത്തെ അവരെ എളിയ ജീവിതത്തിലും വിദ്യയും കലയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരുപാട് കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞ എൻ്റെ ഒരു നല്ല തുടക്കം അവരിൽ നിന്ന് ലഭിച്ചുള്ളൂ. കാരണം ഈ പ്രകൃതിയിൽ തന്നെ ചുറ്റുവട്ടത്തുനിന്ന് ക്ഷേത്രത്തിലെ പാട്ടാണ്, ദുർഗാദേവി ക്ഷേത്രത്തിലെ പാട്ട്, അപ്പുറത്ത് ശിവനടയുണ്ട്, ആ ശിവനടയിൽ നിന്ന് വരുന്ന പാട്ട്, അപ്പുറത്ത് കുമ്പളത്ത് പള്ളി എന്ന് പറയും, കുമ്പളത്ത് നിന്ന് യേശുക്രിസ്തു മിഖായൽ മാലാകയുടെ പള്ളിയുണ്ട്, ഞങ്ങളുടെ തെക്കുമുറി പറയുന്ന സെയിൻറ്റ് ആൻ്റണി ചർച്ച്. ഈ ചുറ്റുവട്ടത്തുനിന്നുള്ള പാട്ടുകളാണ്. അപ്പം ഈശോ മറിയം ഔസേപ്പ് എന്നൊരു പള്ളിയിലെ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴത്തുനിന്ന് തന്നെ ഏതാ എന്തോ തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, അപ്പുറത്തുനിന്ന് ശിവൻ്റെ നമശിവായ. അങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷികളും കായലിലെ ഓളം അടിക്കുന്ന ശബ്ദം, കാറ്റടിക്കുന്ന ഓളം അടിക്കുന്ന ശബ്ദം, ആ വള്ളക്കാർ പോകുന്ന ശബ്ദം, വള്ളം തോന്നി, ഇതെല്ലാം എനിക്ക് നല്ല കേൾവി ശക്തി ഉണ്ടായിരുന്നു. എൻ്റെ അപ്പ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു ഒബ്സർവേഷൻ അല്ലേ, ഇതെല്ലാം എനിക്ക് കേൾവി കാലത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതെ, പപ്പ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു കുട്ടിയെക്കാളും
എത്ര ദൂരത്ത് നിന്ന് വിളിച്ചാലും എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് കേൾവി ശക്തി കൂടുതലുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ശബ്ദമെല്ലാം ചെയ്തു. അപ്പോൾ ആ ശബ്ദത്തെ അങ്ങ് സ്നേഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൻപുറത്തെ പ്രകൃതിയും അതിനോടനുബന്ധിച്ച ദേവാലയങ്ങൾ, അവിടുത്തെ ശബ്ദങ്ങളൊക്കെയാണ് താങ്കളെ ഒരു മിമിക്രി കലാകാരനായിട്ട് മാറ്റി. അതെ, കലാകാരനായി. സ്കൂൾ തലത്തിലെ മിമിക്രി മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ അതോ കലാലയത്തിൽ വന്ന ശേഷമാണോ പങ്കെടുക്കുന്നത്? ഞാൻ ആദ്യം മിമിക്രി പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലാണ്. അതായത് സന്ധ്യാസമയത്ത് ഒക്കെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൂടിയിരുന്ന് വർത്തമാനം അതിന് പിള്ളേർ അങ്ങനെ ഒരു നല്ല ചിരിയും ഭയങ്കര ചിരിക്കുകയും സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതെല്ലാം പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ തന്നെ തുടക്കം. എന്നിട്ട് ഞങ്ങളെ കൊണ്ടിപ്പോൾ ഒരു മിമിക്രി ഏതാണ്, മിമിക്രി കലയല്ല എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. നമ്മുടെ സംഗീതയുടെ അക്കാഡമി മിമിക്രി ഏത് രൂപത്തിൽ ഉൾപ്പെടുത്തും, കലയിൽ ഉൾപ്പെടുത്തും, എങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് കേരള സംഗീത നാടക അക്കാദമി മിമിക്രി ഒരു അനുകരണ കലയാണ്, അത് ഒരു കലാവിഭാഗത്തിനുള്ളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് തഴഞ്ഞിട്ടിരുന്നു. അതിനുശേഷം ഒരു 10 കൊല്ലത്തിന് മുമ്പ് സൂര്യകൃഷ്ണമൂർത്തി ചെയർമാനായി വന്നപ്പോഴാണ് മിമിക്രി ഒരു കലയാണെന്ന് സംഗീത നാടക അക്കാദമി അംഗീകരിച്ചത്. 10 കൊല്ലത്തിന് മുന്നേ. എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറഞ്ഞതുപോലെ അതിന് ഞാൻ പലപ്പോഴും മിമിക്രി അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ സങ്കടമുണ്ട്, ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ചിത്രം വരയ്ക്കുന്നത് പോലെ കലാകാരന്മാർ ചിത്രം വരച്ച ഒരാളുടെ രൂപവും ഭാവവും അല്ലെങ്കിൽ എല്ലാം അവതരിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്നുമില്ല, അതൊരു മേക്കപ്പ് ഇല്ല, ഒരു മൈക്കുമായിട്ട് നിന്ന് വന്ന് ജനങ്ങളുടെ മുമ്പിൽ വന്ന് അത് ഒരു വ്യക്തി പരകായ പ്രവേശം എന്നാണ് നടനം, അതിന് ഇമിറ്റേഷൻ ഞാൻ ആക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും മറ്റുള്ളവരെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുമ്പോൾ അതിശയകരമായ കൈയടിക്കുമ്പോൾ അത് ആ ജനാധിപത്യ രാജ്യത്ത് ജനകീയമായിരിക്കണം കല എന്നുള്ള കൂടെ സത്യമുണ്ട്. മനസ്സിലായോ? എല്ലാം വിദേശത്ത് കൊഞ്ചും കണവായും കയറ്റി വിടുന്നത് പോലെയല്ല, ഇവിടുത്തെ ജനങ്ങൾ ആദ്യം ആസ്വദിക്കുന്ന കലയാണ് അത്. കലയല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാൻ പറയട്ടെ, മിമിക്രി കലയല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയാം. നമ്മൾ ശൈശവാവസ്ഥയിൽ നമ്മുടെ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കലയാണ് മിമിക്രി. എങ്ങനെയാണ്? നമ്മൾ പാടും, അമ്മ പാട്ട് പാടുമ്പോൾ ഉറങ്ങുമ്പോൾ കുഞ്ഞും കൂടിരുന്ന് അപ്പം കുഞ്ഞു അറിയാതെ ഇങ്ങനെ വെക്കും. അതിന് ശേഷം കുഞ്ഞുങ്ങൾ ചെല്ലുന്ന മോനെ അപ്പൂപ്പൻ കരയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നത് എങ്ങനെയാ? ഇപ്പം എല്ലാവരും കൈയടിച്ച്. പൂച്ച കരയുന്നത് എങ്ങനെയാ? ശരിക്കും കുട്ടികളെ പോലും അനുകരണത്തിൽ കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ട്. പിന്നെ അനുകരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൂച്ച കരയുന്നത് എങ്ങനെ, പൂച്ച മാന്താൻ വരുന്നത് എങ്ങനെ, പട്ടി കുരയ്ക്കുന്നത് എങ്ങനെ, കുഞ്ഞ് അതേപോലെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ കൈയടിച്ചു പോകും. കാരണം നമ്മളൊക്കെ ഉണ്ടാകുന്ന ഈശ്വരൻ അല്ലെ പ്രകൃതി ഉണ്ടാക്കിയത് ജീവജാലങ്ങളെയും മറ്റുമാണ്. അപ്പോൾ ആദ്യം അത് കലയല്ലെന്ന് പറയാൻ പറ്റുമോ? അന്തർ സർവകലാശാല യുവജനോത്സവത്തിലും താങ്കൾ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയിട്ടുണ്ടല്ലോ. അത് ഏത് ഐറ്റമായിരുന്നു ആ മിമിക്രി അവതരിപ്പിച്ചത്? അത് ആദ്യം ഓംകാരം ചെയ്തു. ഓംകാരം പ്രകൃതിയുടെ നമ്മുടെ ബിഗ് ബാങ്, പ്രകൃതി ഉണ്ടാകുന്നത്, ഭൂമി ഉണ്ടാകുന്നത്, അതിൻ്റെ ഓംകാരം, അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് വേദനക്കുള്ള എല്ലാ ശബ്ദങ്ങളും ഒരുമിച്ച്. പിന്നെ മ്യൂസിക് ചെയ്ത്, സംഗീതോപകരണങ്ങളുടെ ശബ്ദം ചെയ്ത്, ജലദോഷം പിടിപെട്ട ഒരു സംഗീത കച്ചേരിക്കാരന് വയലിൻ വായിക്കേണ്ടി വരുന്ന ഒരു വയലിനിസ്റ്റിൻ്റെ ഗതികേട് അവതരിപ്പിച്ചു. കോമഡി വേണം. പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ, സിനിമാ താരങ്ങളൊന്നും വരാത്ത, എല്ലാവർക്കും ഒരേപോലെ എല്ലാ ഭാഷയ്ക്കും അതീതമായിട്ടുള്ള കുറേ ശബ്ദങ്ങൾ മാത്രം ചെയ്ത്. അപ്പം അതായത് ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്ത വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുരയ്ക്കാൻ വരുന്ന മത്സരാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ശബ്ദാനുകരണം ചെയ്തത്. അതാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം വെസ്റ്റേൺ മ്യൂസിക് അന്ന് അത് അങ്ങനെയുള്ള, പിന്നെ കാക്ക എല്ലാവർക്കും മനസ്സിലാകുന്ന അതിൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറി ഉണ്ടായിരുന്നു, യൂണിവേഴ്സൽ ട്രൂത്തായിട്ടുള്ള കുറച്ച് സ്റ്റോറികളാണ് ബേസ് ചെയ്തത്. അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്താണ് നടന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹെലികോപ്റ്റർ നേവിയിൽ, നമ്മുടെ ഇപ്പോഴത്തെ രാജേന്ദ്ര മൈതാനമല്ല, എന്തോ നമ്മുടെ മഹാരാജ് കോളേജിൻ്റെ ഇപ്പുറത്തെ ഇന്നത്തെ നെഹ്റു പാർക്കാണോ അപ്പുറത്തെ നേവി, അത് ഇതിൻ്റെ നേവിയുടെ
നേവി ക്യാമ്പാണ്. അപ്പോൾ അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കടന്നുപോയ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ഞാൻ ഇവിടെ പ്രസൻ്റായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പ്രസൻറ്റിൽ കുറേ സംഭവങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട് എന്നിലുണ്ട്. പലപ്പോഴും റിഹേഴ്സൽ ചെയ്യാതെ സ്റ്റേജിൽ കൗണ്ടറായിട്ട് വരാം. അപ്പോൾ അതൊരു ഹെലികോപ്റ്റർ ഇങ്ങനെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാനത് ആ ഹെലികോപ്റ്റർ കടന്നുപോയ ഹെലികോപ്റ്റർ ഞാൻ ആ ശബ്ദം ഇവിടെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട് അതങ്ങ് ദൂരെ പോയി കഴിയുമ്പോൾ ഒരു കപ്പൽ കടന്നു പോകുന്നതും ആ വണ്ടി നമ്മുടെ റോഡിൽ കൂടെ ആ ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷത്തെ മൊത്തം അന്നേരം തന്നെ അവതരിപ്പിച്ചു. അപ്പം തന്നെ ഇംപ്രവൈസ് ചെയ്ത് അപ്പം ആ നഗരത്തിലെ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങളും എല്ലാം ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ, ഒരു വണ്ടി പാഞ്ഞു പോത്തിൽ അതെല്ലാം അന്നേരം തന്നെ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും ക്രൗഡിൻ്റെ സൗണ്ട്. താങ്കൾ 7 പ്രാവശ്യം യുവജനോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം ലഭിച്ച 7 വർഷം എന്നല്ല 7 പ്രാവശ്യം. അതിനു മുമ്പ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയട്ടെ, ഇപ്പം ഈ 7 വർഷം എന്നുള്ളതല്ല, 7 പ്രാവശ്യമായിട്ട് എനിക്ക് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം, പിന്നെ 2nd, പിന്നെ തുടർച്ചയായിട്ട് ഫസ്റ്റ്. 5 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ്, 5 ഫസ്റ്റും 2 ഒരു 2nd ഒരു 3rd, അങ്ങനെ തുടർച്ചയായിട്ട് 7 പ്രാവശ്യം വിജയിയായിരുന്നു. പിന്നെ അതല്ലാതെ തന്നെ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് യൂത്തിൽ 7 നല്ല ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമാണ്. അതിലേറ്റവും താങ്കൾക്ക് മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഐറ്റം ഏതാണ്? ജലദോഷം പിടിപെട്ട ഒരു സംഗീത കച്ചേരിക്കാരന് വയലിൻ വായിക്കേണ്ടി വരുന്ന ഒരു വയലിനിസ്റ്റിൻ്റെ ധർമ്മസങ്കടം. കച്ചേരിക്കാരൻ പാടുന്നതിനനുസരിച്ചെല്ലാം ഫോളോ ചെയ്ത് വയലിൻ വായിക്കണം. അപ്പം തതറിനം തതറിനം ആഫ്രിക്കനാന ഹരിത ബാബു പാക ദേവകുമാര വയലിൻ പൊട്ടി കച്ചേരി